തീരുമാനിച്ചു. ചാകാനല്ല ചാടാൻ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആടിന്റെ തല വെച്ചൊരു കിടിലൻ തലക്കറിയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തൊടുപുഴയ്ക്കടുത്തുള്ള കൊല്ലപ്പുഴ തോട്ടിൽ വെച്ചാണ് നമ്മൾ ഇന്ന് ഈ ആട്ടിൻ്റെ തല റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. നമുക്ക് കുറച്ച് തീ കൂട്ടിയിട്ട് ഇവൻ്റെ തലയൊക്കെ ഒന്ന് കരിച്ചെടുക്കണം. ഇതിൻ്റെ രോമമൊക്കെ ഒന്ന് ശരിക്കും കരിഞ്ഞ് റെഡിയാക്കി നമുക്ക് ചിരണ്ടി വൃത്തിയാക്കി എടുക്കാം. തോട്ടിൽ ഇഷ്ടം പോലെ വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ വലിയ പാടൊന്നുമില്ല. നല്ല വൃത്തിയായിട്ട് ചിരണ്ടി നല്ല കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിവനെ ഇനി ചെറിയ പീസാക്കി എടുക്കണം. അത് നല്ലവണ്ണമൊക്കെ ഒരു 4-5 പ്രാവശ്യം ശരിക്കും നല്ലവണ്ണമൊക്കെ വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ രോമമൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, രോമമൊന്നും കാണിയില്ല, നമ്മൾ കരിച്ചതാണ് എന്തെങ്കിലും നമുക്കൊരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു 3-4-5 പ്രാവശ്യം ശരിക്കും ഒന്ന് അങ്ങനെ വൃത്തിയായിട്ട് കഴുകി നമ്മൾ റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് വലിയൊരു മഴ ഇവിടെ പെയ്തത്. ഭയങ്കര മഴയായിപ്പോയി. തോട്ടിലൊക്കെ നല്ല വെള്ളവും കൂടി. സാധനം എല്ലാം റെഡിയാക്കി വെച്ചു. ഇവിടെ ഭയങ്കര മഴയാണ്. ഇവിടെ വെച്ച് പാചകം ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ വേണം. അതുകൊണ്ട് എന്നാണെങ്കിലും മഴയത്ത് ഞങ്ങൾക്ക് ചാടാൻ തീരുമാനിച്ചു. ചാകാനല്ല ചാടാൻ. മഴ കാരണം നമ്മുടെ പരിപാടി ഈ തോട്ടുംകര വെച്ച് ചെയ്യാനായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത്. അപ്പോൾ അത് നടന്നില്ല. നമ്മളതിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു പുഞ്ചപ്പാടത്തിൻ്റെ സൈഡിലേക്ക് മാറി അവിടെ വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിഞ്ഞ് പെറുക്കി വെക്കാം. നമുക്ക് 2 കല്ലൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് തീ കൂട്ടാം, അടുപ്പ് കൂട്ടാം. മഴ നനഞ്ഞെടുക്കുന്നതിൻ്റെ കുറച്ച് കർപ്പൂരം വെച്ചാണ് നമ്മൾ തീ പിടിപ്പിക്കുന്നത്. പെട്ടെന്ന് കത്തിപ്പിടിക്കും. നമുക്ക് ഉരുളി എടുത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കറുവപ്പട്ട, ഗ്രാമ്പു, തൈക്കോലം ഈ സാധനങ്ങളൊക്കെ ഇട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ച് അതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളിയാണ് ഇടുന്നത്, സവോളയല്ല ഇടുന്നത്. ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആട്ടിൻ്റെ തലക്കറി വെക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമുക്ക് ഒരു 5-6 പച്ചമുളക് കീറിയിടാം. പിന്നെ തക്കാളി അരിഞ്ഞത്,
കറിവേപ്പില, ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അടുത്തത് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പൂടെ ചേർത്ത് നല്ലവണ്ണം തിളച്ച് വന്ന ശേഷം നമുക്ക് നമ്മുടെ ആട്ടിൻ്റെ തല വെട്ടിയരിഞ്ഞത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നോക്കാം. ഞങ്ങൾ അങ്ങനെ ഒരുവിധം റെഡിയാക്കി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും മഴ ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ടാർപ്പ അവിടെ കിടപ്പുണ്ടാകും. അതിൻ്റെ മണ്ടയിൽ അതൊന്ന് വലിച്ചു കെട്ടി റെഡിയാക്കി വെക്കാനുള്ള പരിപാടിയിലാണ്. സംഗതി ഏറെക്കുറെ ഏതാണ്ട് വേവായി. നമുക്കതിലേക്ക് ഒരു തേങ്ങയുടെ പാല് പിഴിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. സംഗതി ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. മല്ലിയില അരിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് തൂളി കൊടുക്കുക. ലാസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താണ്ടല്ലോ, അതിൻ്റെ ഒരു മണവും ഒരു ടേസ്റ്റും ഇതൊന്നും വേറെ തന്നെ. നമ്മുടെ ആടിന്റെ തലക്കറി ഇപ്പൊ ഇവിടെ റെഡിയായേക്കുവാണ്. നമ്മൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയായപ്പോൾ പരിപാടി തുടങ്ങിയതാണ്. ഭയങ്കര മഴയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഇവിടെ പടുതിലൊക്കെ കെട്ടി അതിന്റെ അവിടെ താഴെ തീയൊക്കെ കത്തിച്ചാണ് ഞങ്ങൾ സംഭവം ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. അടിപൊളി കറിയാണ്, സൂപ്പർ കറിയാണ്. അങ്ങനെ തന്നെ അടിപൊളിയായിരുന്നു. പൂ പോലെ വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നല്ല കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ബൈ.